ഫാക്ടറിയോട്ട് എന്ന വമ്പൻ മലയാള സിനിമയുടെ ഭാഗത്ത് ഒരുപാട് അപ്ഡേറ്റ്സ് ആണ് നിലവിൽ കാണാൻ സാധിക്കുന്നത്. ആദ്യം അപ്ഡേറ്റിലൂടെ തന്നെ പോകാം നമുക്ക്. അതിന് പക്ഷേ ആദ്യം ഇത് കാണുന്നവർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ സിനിമ വാർത്തകൾക്കായിട്ട്. ഫാക്ടറിയോട്ട് എന്ന സിനിമ ഏപ്രിൽ മാസം 23-ാം തീയതിയാണ് സിനിമ റിലീസ് പ്ലാൻ ചെയ്യുന്നത്. പാൻ ഇന്ത്യൻ ലെവലിൽ പല ഭാഷകളിലായിട്ടാണ് പടം റിലീസ് പ്ലാൻ ചെയ്യുന്നത്. എന്തായാലും ഫാക്ടറിയോട്ട് എന്ന സിനിമയുടെ ഭാഗത്ത് ഇന്നലെ വനിതാ ദിനമായതുകൊണ്ട് പടത്തിന്റെ ഭാഗത്ത് 6 ക്യാരക്ടേഴ്സിന്റെ പോസ്റ്റേഴ്സ് പുറത്തു വന്നിരിക്കുകയാണ്. ഫീമെയിൽ ആക്ട്രസിന്റെ നയൻതാര, ഗ്രേസ് ആന്റണി, അങ്ങനെ ഒരുപാട് ഫീമെയിൽ പോസ്റ്റേഴ്സ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. പിന്നെ പരിശോധിക്കുകയാണെങ്കിൽ പടത്തിന്റെ ഭാഗത്ത് ഇപ്പോൾ നിലവിൽ BTSും പുറത്തു വന്നിരിക്കുകയാണ്. ബിഹൈൻഡ് ദ സീൻസ് നമ്മുടെ ആ ഒരു കാർ ചേസിങ് സീൻ നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ആ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ നല്ല രീതിയിൽ ട്രെൻഡിങ് ആയതാണ്. ആ ഒരു കാർ ചേസിങ് സീന് കുഞ്ചാക്കോ ബോബൻ, അതുപോലെ തന്നെ ലാലേട്ടൻ, പിന്നെ മമ്മൂക്ക് എന്നിവരൊക്കെ ഉണ്ട് ആ ഒരു കാർ ചേസിങ് സീനിൽ നമ്മുടെ ടാറ്റ സഫാരിയിൽ. അപ്പോൾ ആ ഒരു കാർ ചേസിങ് സീനിന്റെ ഒരു BTSന്റെ കുറച്ച് ഫോട്ടോസ് പുറത്തു വന്നിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല ക്യാരക്ടേഴ്സിന്റെ റിവീൽ ചെയ്യുന്ന ആ ഒരു ഫോട്ടോസ് നമുക്കറിയാം. ആ ഒരു ഫസ്റ്റ് ലുക്കിന്റെയും BTS കാണാൻ സാധിക്കുന്നുണ്ട്. എല്ലാ ഫസ്റ്റ് ലുക്ക് നോക്കുകയാണെങ്കിൽ പോലും നമ്മുടെ ലാലേട്ടൻ തന്നെയാണ് ഒന്നും കൂടി ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത്, അല്ലെങ്കിൽ വൈറലായിട്ട് പോകുന്നത് പുള്ളിക്കാരൻ്റെ ലുക്ക് തന്നെയാണ്. പിന്നെ പരിശോധിക്കുകയാണെങ്കിൽ പടത്തിന്റെ ഭാഗത്ത് ഒരു വിലക്ക് ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം വലിയ രീതിയിൽ ചർച്ചാ വിഷയമായി പോയതാണ്. കാരണം സിനിമയുടെ ബഡ്ജറ്റാണ് ഏറ്റവും വലിയ ചോദ്യം. ഓൾമോസ്റ്റ് ആൻഡ്രൂ ജോസഫ് പ്രൊഡക്ഷൻ കമ്പനി സിനിമ നിർമ്മിക്കാനായിട്ട് വന്നത് ഓൾമോസ്റ്റ് 140 കോടിയുടെ അടുത്താണ് സിനിമയുടെ ബഡ്ജറ്റ്. ഈ ഒരു വലിയൊരു ബഡ്ജറ്റ് എന്ന് പറയുന്നത് ചില്ലറ കാര്യമൊന്നുമല്ല. നമ്മുടെ മലയാള സിനിമയെ സംബന്ധിച്ചോളം ഇത് വലിയൊരു നെക്സ്റ്റ് സ്റ്റേജ് ലെവൽ തന്നെയാണ്, അല്ലെങ്കിൽ അടുത്തൊരു ഘട്ടം തന്നെയാണ് ഇങ്ങനത്തെ ഒരു ബഡ്ജറ്റിൽ സിനിമകളൊക്കെ വരിക എന്ന് പറയുന്നത്. എന്തായാലും ഇത്രയും വലിയൊരു ബഡ്ജറ്റിലെ സിനിമ ആയതുകൊണ്ട് തന്നെ ആൻഡ്രൂ ജോസഫ് ഒരു ഡിമാൻഡ് അങ്ങ് ഉന്നയിച്ചിരിക്കുകയാണ്. വേറൊന്നുമല്ല, പൊതുവെ നമ്മുടെ കേരളത്തിലെ സിനിമകൾ റിലീസ് ചെയ്യുമ്പോൾ ആദ്യത്തെ ആഴ്ച ഓൾമോസ്റ്റ് 60% ആണ് പ്രൊഡ്യൂസറിന് പോവുക വിഹിതമായിട്ട്. പിന്നെ രണ്ടാമത്തെ ആഴ്ച ആകുമ്പോൾ ഓൾമോസ്റ്റ് 45 അല്ലെങ്കിൽ 55 അടുത്തായിട്ടാണ് വിഹിതം പോവുക. ഇപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആൻഡ്രൂ ജോസഫ് പറയുന്നതെന്ന് വെച്ചാൽ പുള്ളിക്കാരന് ആദ്യത്തെ 2 ആഴ്ചത്തെയും ഈ തിയേറ്റർ വിഹിതം പുള്ളിക്കാരൻ തന്നെ വേണം, നിർമ്മാതാവിന് തന്നെ വേണം എന്നാണ്. ഒരു 15% ഒരു ഡിഫറൻസ് തന്നെയാണ് പുള്ളിക്കാരൻ ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് തിയേറ്ററുകളുടെ ഉടമകൾക്ക് അത് വലിയൊരു ബുദ്ധിമുട്ട് ഏർപ്പെടുത്തുന്നുണ്ടെന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഫിയോക്കിന്റെ ടീം ഈ ഒരു സിനിമയ്ക്ക് വിലക്ക് കൊടുക്കുന്നു എന്ന് കേൾക്കുന്നുണ്ട്. പക്ഷേ സിനിമയ്ക്ക് വിലക്കൊന്നും വരത്തില്ല. സിനിമ പറഞ്ഞ പോലെ തന്നെ ഏപ്രിൽ 23 തന്നെ റിലീസ് ചെയ്യും. ഇതിനേക്കാളും വലിയ വിലക്ക് കണ്ടതാണ് നമ്മുടെ നല്ല സിനിമകൾ ഓൾമോസ്റ്റ്. എന്തായാലും സിനിമ റിലീസ് ചെയ്യും ഈ വരുന്ന ഏപ്രിൽ മാസം 23-ാം തീയതി. എന്തെങ്കിലും കാത്തിരിക്കാം നമുക്ക്. എന്നാൽ പോലും ഈ ഒരു സിനിമയ്ക്ക് ഇത്രയും വലിയൊരു ബഡ്ജറ്റ് വരുന്നുണ്ട്, 140 കോടി. ഫഹദ് ഫാസിൽ, നയൻതാര, കുഞ്ചാക്കോ ബോബൻ, പിന്നെ നമ്മുടെ ലാലേട്ടൻ, മമ്മൂക്ക, വലിയൊരു കാസ്റ്റ് കാണുന്നുണ്ട് സിനിമ നോക്കുകയാണെങ്കിൽ. എന്തായാലും പടത്തിന് പ്രൊമോഷന്റെ ഭാഗമായിട്ട് ടീസറാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്നത്. ഏപ്രിൽ 23-നാണ് സിനിമ റിലീസ്. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് വരും ദിവസങ്ങളിൽ സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ സിനിമയുടെ മ്യൂസിക് സുൻഷാമാൻ, ഡയറക്ഷൻ നമ്മുടെ മഹേഷ് അണ്ണനാണ്. കാത്തിരിക്കുന്ന ചെയ്യാൻ നമുക്ക് പടത്തിന്റെ റിലീസിനായിട്ട് ഏപ്രിൽ മാസം 23-ാം തീയതി. ഇതുവരെ വന്ന ഒരു സിനിമകൾ പോലും വലിയൊരു ബോക്സ് ഓഫീസ് കളക്ഷനിലോട്ട് വന്നിട്ടില്ല. ജനുവരി കഴിഞ്ഞു, ഇപ്പോൾ ഫെബ്രുവരി കഴിഞ്ഞ് മാർച്ചിലോട്ട് എൻട്രി ചെയ്യാനായി. എന്തായാലും കാത്തിരിക്കുന്ന ചെയ്യാൻ നമുക്ക് ചിത്രത്തിന്റെ കളക്ഷനായിട്ട്. എത്ര പേരാണ് നമ്മുടെ പാട്രിയോട്ട് എന്ന സിനിമയ്ക്കായിട്ട് കാത്തിരിക്കുന്നത്? ഇൻബോക്സ് ചെയ്യപ്പെടുക. കാത്തിരിക്കുന്ന ചെയ്യുക നമുക്ക് കൂടുതൽ സിനിമ വാർത്തകൾക്കായിട്ട്.